യോഹന്നാൻ അധ്യായം 14. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് മടങ്ങിവന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഞാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് അദ്ദേഹത്തോട്, കർത്താവേ, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് ചോദിച്ചു. അതിന് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ വാസ്തവമായി എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ പിതാവിനെ അറിയുന്നു, കണ്ടുമിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും ഞങ്ങൾക്ക് അത് മാത്രം മതി. യേശു പറഞ്ഞു, ഇത്രയേറെ കാലം ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും നിനക്കെന്നെ മനസ്സിലായില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നതെന്ത്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം എന്റെ സ്വന്തമല്ല. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാകുന്നു എന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുക. അല്ലെങ്കിൽ പ്രവൃത്തികൾ നിമിത്തമെങ്കിലും വിശ്വസിക്കുക. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതെന്തും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നൽകുകയും ചെയ്യും. ലോകത്തിന് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ കഴിയുകയില്ല, കാരണം ലോകം അവിടുത്തെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ സത്യാത്മാവിനെ അറിയുന്നു. എന്തെന്നാൽ അവിടുന്ന് നിങ്ങളോടുകൂടെ ജീവിക്കുന്നു, ഇനിയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അല്പകാലത്തിനു ശേഷം ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് അന്ന് നിങ്ങൾ അറിയും. എന്റെ കൽപ്പനകൾ സ്വീകരിച്ച് അനുസരിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇസ്കരിയോത്ത അല്ലാത്ത യൂദാ ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ലോകത്തിനല്ല ഞങ്ങൾക്ക് തന്നെ സ്വയം വെളിപ്പെടുത്താൻ ഇച്ഛിക്കുന്നത് എന്തുകൊണ്ട്? യേശു മറുപടി നൽകി, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ ഉപദേശം അനുസരിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വസിക്കും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ ഉപദേശം അനുസരിക്കുകയില്ല. നിങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങൾ എന്റെ സ്വന്തമല്ല, എന്നെ അയച്ച പിതാവിന്റേതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ ഉള്ളപ്പോൾ തന്നെ ഇതെല്ലാം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്നാൽ പിതാവ് എന്റെ നാമത്തിൽ അയക്കുവാനിരിക്കുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടുകയും അരുത്. ഞാൻ പോവുകയാണെന്നും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്നും പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനാണല്ലോ. അത് സംഭവിക്കും മുമ്പ് ഇപ്പോൾ തന്നെ ഞാൻ അത് പറയുന്നത് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ്. ഇനിമേൽ അധികമൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുകയില്ല. ഈ ലോകത്തിന്റെ അധിപതി വരുന്നു. അവൻ എന്റെ മേൽ ഒരു അധികാരവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് മാത്രം ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. വരുവിൻ, നമുക്ക് പോകാം.